ഡോക്ടർ അഷ്നാനെ ഞാൻ ചോദിച്ചു വന്നത് ഇത് ട്രിവാൻഡ്രത്തെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ വയനാട് എനിക്കിപ്പോൾ അയച്ച മെസ്സേജ് അടക്കം നമ്മൾ രാവിലെ എല്ലാ മെഡിക്കൽ ഇപ്പോൾ എല്ലായിടത്തും പ്രശ്നമുണ്ട്. അത് ഏറ്റവും നന്നായി പറയാൻ അറിയാവുന്ന ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഡോക്ടർമാർക്ക് തന്നെയാണ്. ഭയക്കാതെ ഡോക്ടർമാർ പുറത്തു വന്ന് കാര്യങ്ങൾ തുറന്നു പറയുക എന്നതല്ലേ കരണീയം. ഒന്ന്. രണ്ട്, ഡോക്ടർ ഹാരിസിനെ നിങ്ങൾ ഏതർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുകയും വേണം ഡോക്ടർ അസ്നാ ബീഗം? ഹാരിസ് സാറിന് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. പിന്നെ നേരത്തെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ച പോലെ സാറിൻ്റെ സിൻസിയറിറ്റിയും സാറിൻ്റെ ഇതിനും ഒരു സല്യൂട്ട് കൊടുത്തിരുന്നു. ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ഡോക്ടർമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനമാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ മാറി വരുന്ന സർക്കാരുകൾക്കിടയിലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും പിടിച്ചു നിർത്തുന്നത് അവരുടെ ആത്മാർത്ഥതയും വർക്കും തന്നെയാണ്. അപ്പോൾ അവർക്കാകട്ടെ എൻ്റെ ആദ്യത്തെ സല്യൂട്ട്. പിന്നെ ഈ വിഷയം, അതായത് നമ്മുടെ ഡെഫിഷ്യൻസീസ്, കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കാനുള്ള ഒരു വേദിയല്ല ഇത്. കാരണം നമ്മളെപ്പോഴും മെച്ചപ്പെട്ട സേവനം കൊടുക്കുന്നവർ തന്നെയാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ പ്രശ്നങ്ങൾ നിരവധി വരുന്നുണ്ട്. ഇടയ്ക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഹാരിസ് സാറ് ഒരു പ്രശ്നം ഉന്നയിച്ചു. ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ, നിരവധി HODമാർ പർച്ചേസുമായി ബന്ധപ്പെട്ടും മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ പല രീതിയിലും അവർ ഓരോ സമയത്തും കൃത്യമായി അവർ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഫയലുകളുടെ മൂവ്മെൻറ്റ്സിലുള്ള ഒരു ഡിലേ. അപ്പോൾ അത് ഉദ്യോഗസ്ഥ തലത്തിലും അല്ലാതെയുമുള്ള ഡിലേ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫണ്ടിൻ്റെ അപര്യാപ്തതയും ഒരു പ്രശ്നം തന്നെയാണ്. പല പല സ്കീമുകളിലും ഉൾപ്പെടുത്തിയാണ് പല ചികിത്സകളും നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പോലും ഫണ്ടുകൾ കോടിക്കണക്കിന് രൂപ പല മെഡിക്കൽ കോളേജുകൾക്കും ഹെൽത്ത് സ്ഥാപനങ്ങൾക്കും കിട്ടാനുണ്ട്.